ഹായ്, സൈക്കോ ആംഗ്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് നിസാം. ഇന്ന് നമ്മൾ റോഡും റീലൊന്നുമല്ല, നോർമലൊരു നമ്മളെ പഴയ പരിപാടി. അതായത് നമ്മുടെ ബാഗിൽ ഇരിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റിക്ക്, സാധാ പോൾ റോഡ് ഉണ്ടല്ലോ, കഴിച്ചുകൊണ്ടെന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ടുള്ളത് വൈകുന്നേരമാണ് സമയം. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു 3 മണി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ രീതിയിൽ കുറച്ച് ചെമ്മീനൊക്കെ, ചത്ത ചെമ്മീൻ വെച്ചിട്ട് നമ്മളൊരു നെച്ചറ, അതായത് നമുക്കിവിടെ കയ്യേറി എന്നൊക്കെയാണ് പറയാം, അതുപോലുള്ള കുറച്ച് ചെറിയ മീനുകളൊക്കെ പിടിക്കാനുള്ള അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ തരുന്നത്. എന്നിപ്പോൾ റോഡോ റീലോ ഉപയോഗിച്ച് നമുക്ക് തന്നെ ചടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മീൻ കിട്ടുമോ ഇല്ല എന്ന് അറിഞ്ഞൂടാ. നമ്മളിത് പോകുന്ന പോക്കിലാണ്, നമ്മൾ ഹാർബറിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒറ്റക്കാളുള്ളത്. പിന്നെ നമ്മൾ 2 സുഹൃത്തുക്കൾ ഇപ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും വീഡിയോ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ആ പോയാ ഇല്ല മനുഷ്യ പാരല്ലേ ഇതല്ലേ. അപ്പം നമ്മൾ മൻസൂറാ കേട്ടോ നിൽക്കണേ. അപ്പോൾ നമ്മളെ ചൂണ്ടലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയ കുളത്ത്, അതായത് 3 സൈസ് വരുന്ന ലൂക്കാനയുടെ മറ്റേ കാർബൺ ഹുക്ക് ഉണ്ടല്ലോ, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാണുന്നുണ്ടല്ലോ ചെറിയ. ഓക്കെ, അതുപോലെ തന്നെ ചെമ്മീനുണ്ട്. ചെമ്മീൻ്റെ തല ഒഴിവാക്കിയിട്ട് അതിൻ്റെ തൊലി ഒഴിവാക്കണം. അതുപോലെ തൊലി എടുത്ത് ഒഴിവാക്കിയ ശേഷം ചെറിയ പീസ് നമ്മൾ കോർക്കുന്നുള്ളൂ. അതേപോലെ 1 മീറ്റർ ലെങ്ത്തിൽ ഒരു ഫ്ലോട്ട് ഇട്ടിട്ടുണ്ട്, അതായത് പൊങ്ങിട്ടുണ്ട്. അതുപോലെ ചെറിയ പീസ് നമ്മൾ അതിനകത്ത് കോർക്കണം കേട്ടോ. എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം. ഇതാണ് കയ്യേറിട്ടാ, അതായത് നെച്ചറാണ് ശരിക്കും പല സ്ഥലത്തും പറയാറുള്ളത്. ഞാൻ കാണിച്ചില്ല, കുറച്ചാണ് മാറി, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഗ്യാപ്പിലുള്ളൂ. ഇതിൻ്റെ ഡേഞ്ചറാണ് ഇതിനെ മുള്ളു വെട്ടി കഴിഞ്ഞാൽ. സംഭവം ഭയങ്കര ഭംഗിയാണ് ഈ സാധനം കാണാൻ. കണ്ടില്ലേ, കുറേ ഡോട്ടുകളും ടൈഗർ പോലെ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുള്ള് ഭയങ്കര ഡേഞ്ചറാണ്. സംഭവം തട്ടിക്കഴിഞ്ഞാൽ നല്ല നീറ്റലുണ്ടാവും. കാരണം ഒരുപാട് ഇത് കണ്ടില്ലേ, ഇതിലൊക്കെ ഭയങ്കര ഒരു പോയിസൺ പോലെയാണ്. ഭയങ്കര ഈ ഷാർപ്പായിട്ട് സ്ഥലത്ത് തട്ടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ താഴത്തെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇതിൻ്റെ മുള്ളുകൾ. ഇതിലൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കൈ നല്ല കടച്ചിലുണ്ടാവും. ചിലർക്ക് തല ചുറ്റി വീഴാനൊക്കെ ചാൻസ് വളരെ കൂടുതലുമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള മീനാണ് കേട്ടോ. വേണ്ടിയില്ലേ, സംഭവം അതിൻ്റെ അണ്ണാക്കിലെത്തിയിട്ടുണ്ട് വിഴുങ്ങിയിട്ട്. എന്തെങ്കിലും പിന്നെ കവറിലാക്കിയിട്ട് നമുക്ക് വീണ്ടും ഇട്ടോക്കെ ചൂണ്ട. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മീൻ കിട്ടി. ഇനി നമ്മൾ വീണ്ടും ചെമ്മീൻ കോർക്ക് കേട്ടോ. ഭയങ്കര രസമായിട്ട് ഈ സാധനം പിടിക്കാൻ. ഇത് മറ്റേ ബ്ലേഡ് വെള്ളത്തിലിട്ട പോലെയാണ്. ഇത് കുടുങ്ങിക്കഴിഞ്ഞാൽ പൊക്കിക്കിട്ടാൻ അതുവരെ അതിങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. നമ്മൾ വീണ്ടും ഇട്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം. നല്ല ഇളക്കുണ്ട് വെള്ളത്തിന്, ചെറിയ കാറ്റും അടിക്കുന്നു. സംഭവം നമ്മുടെ ഈ പഴയ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെ കേട്ടോ. ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ വട്ടച്ചൂണ്ടിട്ട് ഇരിക്കുന്നത്, ആംഗ്ലിങ് വേറൊരു ലെവലും. അതിനെക്കാട്ടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു ചെറിയ മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ. പാര പാര കിട്ടിയിട്ടിട്ട് നമുക്ക് പാര അങ്ങോട്ട് വാ. അപ്പോൾ അതെ കണ്ടില്ലേ,
കുഴപ്പമില്ലാത്തൊരു പാര. കേൾക്കുന്നുണ്ടോ അറിയില്ല. ആളൊരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ടാണത്. നല്ല ഉക്കാണ്. നല്ല ഉക്കായിരുന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത് കിട്ടിയിട്ടുള്ളത് പാരയാണ്. അതെ അപ്പോൾ രണ്ടാമത് നമുക്കിത് കിട്ടിയ പാര കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കവറിലിട്ടിട്ട് നമുക്ക് വീണ്ടും ചൂടട്ടോക്കാം. ഇനി എന്താ കിട്ടുമെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു കയ്യ് കിട്ടി, അതായത് നെച്ചറ. രണ്ടാമത് പാര. വീണ്ടും നമ്മൾ ഇര കോർത്തിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ ചെറിയ വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അവസാനത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടോ നമ്മളെ ഉക്കിനെക്കാട്ടി ഒരു ചാൺ മുകളിലായിട്ട് ഇതാണ് ഉക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചാൺ മുകളിലായിട്ട് ഒരു ചെറിയൊരു വെയിറ്റ് പീസ്, അതായത് നമ്മൾ ചെറിയ ലഡ് ഇട്ടോ അത് പീസൊക്കെ ഇട്ടതാണ്. ഒരു ചെറിയ കഷ്ണം ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും അളക്കമുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കും വേണം താഴെ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇര കഴിച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഇര കോർത്തിട്ട് നോക്കാം. ചെറിയ പൊടി ഇതാണ്ട ഈ സൈസേ ഉള്ളൂ. ആ കഴിച്ചുകൊണ്ടൊക്കെ അന്ന് അത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ. ഇതേ സൈസ് സെയിം തന്നെ, സെയിം സൈസ്. ഇടയിലടോ വേണ്ടില്ല, ഒന്നും വിചാരിക്കത്തില്ല. കഴിച്ചുകൊണ്ടൊക്കെ വന്നാൽ നമുക്ക് ഈ സൈസിലൊക്കെ കിട്ടുള്ളൂ. നമ്മൾ റോഡ് റീൽ വെച്ച് പിടിക്കണമായിരിക്കും. വലിയ മീനിനെ അത്ര കിട്ടുന്നതല്ലേ. ഓ വെള്ളം എന്താന്നേ ഒന്ന് പൊരിക്കും. ഒന്ന് ഞാൻ പൊരിച്ചടിക്കും. സൈസ് നോക്കുക. മുള്ളൊന്നും ഉണ്ടാവില്ല. എന്നാ നെരിച്ചിട്ടുണ്ട്. മുള്ളില്ലാതാണ് ചമച്ച് കുറച്ച് തിന്നാ. വലിയ മൻസൂറാട്ടോ അവിടെ നിൽക്കുന്നത്. മൻസൂറുണ്ട്. നമ്മളെ മുന്നത്തെ മേത്ത് ചെറിയ മീനൊക്കെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പിന്നെ വലിയ മീന് നമ്മളെ ചാനലിലെ 10 കിലോൻ്റെ കാളാഞ്ചൊക്കെ പിടിച്ച തന്ന ആളാട്ടോ ഇത് നിൽക്കണേ. വളർന്നു പോയി. യെസ്, നെച്ചറുണ്ട്. യെസ്, കയ്യേറി. ഇതാണ് കയ്യേറിട്ട. പിന്നെ പിടിക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. പണിയാ. ദണ്ണാക്കിലെത്തിക്കുന്നതിൻ്റെ. ഓ എന്തായാലും എൻ്റെ വായ നോക്ക് ദൂരട്ടെ. വീണ്ടും കയ്യേറി. എനിക്ക് ഈ സാധനം മാത്രം കയറണുള്ളൂടാ. വീണ്ടും കയ്യേറിട്ടാ. നിസാറാക്ക സംഭവം സബിക്കുമ്പോൾ കിട്ടണം കേട്ടോ. നമ്മൾ സബിക്ക് കുറേ ഇവിടെ എറിഞ്ഞിക്കണേ. സബിക്കുമ്പോൾ കിട്ടാതെ നമ്മൾ ചെമ്മീൻ ഇട്ടിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ പാരനൊക്കെ കിട്ടണത്. പാര കയ്യേറി. നാക്കിലെടുത്ത് വെച്ച് കൊണ്ടേക്കണ്. വലിയ മീനാ. വലുതാ.
അല്ലേ പരപ്പുള്ള സാധനം. ഇത് നച്ചറാന്ന് പറയും. ആ, അതിന് കയ്യേറിയെന്ന് അറിയാം നമ്മളിവിടെ. തട്ടിക്കഴിഞ്ഞാലേ ഇവിടെ പിടിച്ചില്ലെങ്കിലേ മർമ്മത്തിൽ പിടിച്ചില്ലെങ്കിൽ പണിയാ. മർമ്മത്തിൽ പിടിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. അത് ഇതാക്കണം, കട്ട് ചെയ്തിട്ട് എടുക്കണം. കത്തിരിക്കേറ്റേ വേണ്ടില്ല പോകണം. നാക്കിലെത്തിക്കും. ഇതാണ്ടോ നമുക്ക് കിട്ടിയാൽ ഏറ്റവും ടോപ്പ് സൈസ് ഇട്ടാ. അടിപൊളി സാധനം. ക്ലിയർ ആണോ നല്ലോണം ഇങ്ങോട്ട് നിന്നേരാ. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി നെച്ചറിന് കിട്ടിയത് കേട്ടോ. നല്ല സൈസ് സാധനം കിട്ടിയത്. നല്ല ഫൈറ്റായിരുന്നു സാധനം. വീണ്ടും നമ്മൾ ചൂണ്ടിട്ടിട്ടുണ്ട്. ഇര കോർത്തിട്ട് ഇനി എന്തെങ്കിലും കയറാൻ നോക്കാം. ഇരുട്ടായിട്ടുണ്ട്. നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ എണ്ണം നമ്മളെ ക്യാമറ പെടാത്തതുണ്ട്. കാരണം അത് ഒരുപാട് ടൈം നമ്മളിങ്ങനെ റെക്കോർഡ് ടൈമോ മറ്റേ നമ്മളെ ടൂർ കാസ്റ്റിങ് പോലെ അല്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. മറ്റേ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് നമുക്കൊരു ടൈമിംഗ് ഉണ്ട് എന്തായാലും. അപ്പോൾ അതുകൊണ്ട് കുറേ നമുക്ക് മീൻ കിട്ടുന്നതൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. എന്നാലും ഞാൻ മീനെ കാണിച്ചു തരാം. നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ മീനും കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള മീനുകളാണ് ഈ കാണുന്നതെല്ലാം. അതിനകത്തൊരു സ്പെഷ്യൽ മീനുണ്ട്. നമ്മളിവിടെ പറയൽ ഇതിന് പൂമീൻ എന്നൊക്കെയാണ്. നിങ്ങളുടെ പേരെന്താ വെച്ചാൽ അതൊന്ന് മെൻഷൻ ചെയ്യണേ. നിങ്ങളുടെ എന്താ പേര് പറയാന്നുള്ളത്. ഭയങ്കര ഫൈറ്റ് ആയിരിക്കും ഇതിൻ്റെ വലുതൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ ഇതിൽ ഏറ്റവും വലിയായിട്ടുള്ള നെച്ചറാണ് ഈ കിടക്കുന്നത്. നല്ല സൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അറിയില്ലേ, ഒരു കൈപ്പത്തിൻ്റെ മേലെ ഉണ്ട് സാധനം. അത്യാവശ്യം സൈസ് ഉണ്ടായിരുന്നു ഈ ഒരു നെച്ചർക്ക്. പിന്നെ അതിന് ശേഷം നമുക്ക് ഒരുപാട് ചെറിയ നെച്ചറയും പിന്നെ കുറേ കണ്ടില്ലേ, നമുക്ക് കുറേ അയിലപ്പാരൻ്റെ ചെറിയ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്.